പണ്ടു പണ്ട് ഒരു സുന്ദരമായ കാട്ടിൽ കുട്ടു എന്നു പേരുള്ളൊരു മുയൽക്കുട്ടനും ചിങ്ങൻ എന്നു പേരുള്ളൊരു കുഞ്ഞനെലിയും താമസിച്ചിരുന്നു. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഇന്നും കാട്ടിലൊരരുവിക്കരയിൽ അവർ ഒരുമിച്ചുകൂടി കളിക്കുകയും സൊറ പറഞ്ഞിരിക്കുന്നതും പതിവായിരുന്നു. കുട്ടുമുയൽ വലിയ കൊതിയനായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്നത്തെയും പോലെ തന്റെ കൂട്ടുകാരനെ കാണാനായി കുട്ടു അരുവിക്കരയിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് കാട്ടിലെ മുത്തശ്ശൻ മാവിന്റെ ചുവട്ടിൽ വലിയൊരു മാമ്പഴം കിടക്കുന്നത് കണ്ടത്. അവൻ ചാടി അത് കയ്യിലാക്കി. നല്ല പഴുപഴുത്ത മാമ്പഴം കണ്ട് അവന്റെ നാവിൽ വെള്ളമൂറി. അവൻ മനസ്സിലോർത്തു, കുഞ്ഞനിപ്പോ വരുമല്ലോ, അവൻ വന്നാൽ അവന് പകുതി മാമ്പഴം കൊടുക്കേണ്ടി വരില്ലേ? കൊതിയനായ കുട്ടുവിന് തനിക്ക് കിട്ടിയ മാമ്പഴം പങ്കുവയ്ക്കാൻ മനസ്സ് വന്നില്ല. അവൻ കുഞ്ഞൻ വരുന്നതിനു മുൻപ് പെട്ടെന്ന് അരുവിക്കരയിലെത്തി അവിടുത്തെ ഒരു പാറപ്പൊത്തിൽ മാമ്പഴം ഒളിപ്പിച്ചു വെച്ചു. കുറച്ചു നേരത്തിനകം കുഞ്ഞൻ വന്നു. അവന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട കുട്ടു ചോദിച്ചു, എന്തു പറ്റി കുഞ്ഞാ? ഇന്നലെ അച്ഛൻ ഭക്ഷണം തേടി പോയപ്പോ ആ കണ്ടംപൂച്ച അച്ഛനെ ഓടിച്ചിട്ടു. അച്ഛൻ ജീവനും കൊണ്ട് ഓടി മാളത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. കുഞ്ഞൻ പറഞ്ഞത് കേട്ട കുട്ടു താൻ ഒളിപ്പിച്ചു വെച്ച മാമ്പഴത്തിന്റെ കാര്യം ഓർത്തു. പക്ഷെ മാമ്പഴത്തിന്റെ സ്വാദ് മനസ്സിലോർത്ത കൊതിയൻ കുട്ടുവിന് അത് കുഞ്ഞനും കൂടി കൊടുക്കാൻ മനസ്സ് വന്നില്ല. നല്ല കൂട്ടുകാർ അങ്ങനെ ചെയ്യുമോ കൂട്ടുകാരെ? ഇല്ല. പക്ഷെ കുട്ടു അതിന് തയ്യാറായില്ല. അങ്ങനെ കളിക്കാനൊന്നും വരാതെ കുഞ്ഞൻ അരുവിക്കരയിൽ ക്ഷീണിച്ചു കിടന്നപ്പോഴാണ് അരുവിയിലൊഴുകി വന്ന ഒരു തേങ്ങ അവൻ കണ്ടത്. അവൻ ഓടിപ്പോയി അതെടുത്തുകൊണ്ട് കുട്ടുവിന്റെ അടുത്തെത്തി. കുട്ടു, ദേ ഒരു തേങ്ങ, നമുക്കിത് കഴിച്ചാലോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുഞ്ഞൻ തന്റെ പല്ലുപയോഗിച്ച് തേങ്ങ തുരന്ന് പൊട്ടിച്ച് ഒരു കഷ്ണം കുട്ടുവിന് നേരെ നീട്ടി. അത് കണ്ട കുട്ടുവിന് കുറ്റബോധം സഹിക്കാൻ കഴിഞ്ഞില്ല. സഹിക്കാൻ കഴിയാത്ത വിശപ്പുണ്ടായിട്ടും കുഞ്ഞൻ അവന് കിട്ടിയ ഭക്ഷണം തനിക്ക് കൊണ്ടു തന്നിരിക്കുന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അത് കണ്ട കുഞ്ഞൻ കാര്യം അന്വേഷിച്ചു. കുട്ടു സങ്കടത്തോടെ പറഞ്ഞു, വിശന്നു വലഞ്ഞിരുന്നപ്പോൾ പോലും നിനക്ക് കിട്ടിയത് നീ എനിക്ക് പങ്കുവച്ചു. കുഞ്ഞൻ പറഞ്ഞു, നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടുകാർ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇതു കേട്ട കുട്ടു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. നീ വരുന്നതിനു മുമ്പ് എനിക്കൊരു വലിയ മാമ്പഴം കിട്ടിയിരുന്നു. എന്റെ കൊതി കാരണം നിനക്ക് തരാതെ ഒറ്റയ്ക്ക് തിന്നാൻ ഞാനത് ദേ അവിടെ ഒളിപ്പിച്ചു വെച്ചു. അവൻ മാമ്പഴം വെച്ചിരുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി. എന്നിട്ട് ഓടിപ്പോയി മാമ്പഴം എടുത്തു കുട്ടുവിന് നേരെ നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കും കൊടുക്ക്, അവരുടെ വിശപ്പും മാറട്ടെ. ആദ്യം ഒരു സങ്കടം തോന്നിയെങ്കിലും അവന് കുട്ടുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടു, നമ്മൾക്ക് കിട്ടുന്ന എന്തായാലും അത് പങ്കുവെച്ച് കഴിക്കുമ്പോഴേ അതിന് സ്വാദ് കൂടും. കുഞ്ഞൻ പറഞ്ഞത് കുട്ടുവിന് മനസ്സിലായി. ഇനി എന്നും തനിക്ക് കിട്ടുന്നത് പങ്കുവെച്ചേ കഴിക്കൂ എന്ന് അവന് തീരുമാനിച്ചു. ശേഷം വയറ് നിറയെ തേങ്ങ കഴിച്ച് അവർ തങ്ങളുടെ പതിവ് കളികളിൽ മുഴുകി. പോകാൻ നേരം ആ വലിയ മാമ്പഴം കുട്ടു തന്നെ കുഞ്ഞന്റെ കയ്യിലേക്ക് എടുത്തുകൊടുത്തു. അങ്ങനെ വീട്ടിലെത്തി കുഞ്ഞന്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ മാമ്പഴം കഴിക്കുന്നത് മനസ്സിലോർത്ത് അവൻ ഉറങ്ങി. നിങ്ങളും കുഞ്ഞൻ പറഞ്ഞ പോലെ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കണേ. അങ്ങനെ നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും സന്തോഷത്തോടെ കൂട്ടുകൂടി നടക്കാം. കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണേ. ഞാൻ നിങ്ങളുടെ കുഞ്ഞൻ.